നമസ്കാരം. ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അർജൻറ്റീന. ഇവരുടെ സ്വത്തുവകകൾ കണ്ടെത്താനും അർജൻറ്റീന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിലപാടുകളോട് യോജിപ്പ് അറിയിക്കുന്നതാണ് അർജൻറ്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലിയുടെ ഈ പ്രത്യേക ഉത്തരവ്. ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്ത സംഭവം ചൂണ്ടിക്കാട്ടിയാണ് അർജൻറ്റീന സർക്കാർ ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ഇറാനുമായുള്ള ഹമാസിൻ്റെ അടുത്ത ബന്ധവും പ്രസിഡന്റ് പരാമർശിച്ചിട്ടുണ്ട്. അർജൻറ്റീനയിലെ ജൂതന്മാർ താമസിക്കുന്ന മേഖലകളിലുണ്ടായ 2 തീവ്രവാദി ആക്രമണങ്ങളിലും അർജൻറ്റീന ഹമാസിനെ നേരത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു. 1994 ബ്യൂണസ് അയേഴ്സിലെ ജൂത കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ബോംബാക്രമണം നടത്തിയതിൻ്റെ 30ാം വാർഷികത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് അർജൻറ്റീനയുടെ ഈ ഒരു സുപ്രധാന നീക്കം. ആക്രമണത്തിൽ അന്ന് അർജൻറ്റീനയിൽ 85 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1992 ബ്യൂണസ് അയേഴ്സിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 20-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തീവ്രവാദി ഗ്രൂപ്പിലെ അംഗങ്ങളാണ് 2 ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് അർജൻറ്റീന ആരോപിക്കുന്നത്. ഹമാസിനെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റ് നിരവധി രാജ്യങ്ങളും നേരത്തെ തന്നെ തീവ്രവാദ ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജൻറ്റീന പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യം കൂടി ഹമാസിനെ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ മറ്റ് പല രാജ്യങ്ങളും ഒരുപക്ഷെ നാളെ ഇതേ മാർഗത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെയും അർജൻറ്റീനയിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. അതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അർജൻറ്റീന സർക്കാർ ഈ ഒരു സുപ്രധാനമായ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യണം എന്ന് തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹമാസിനെ ഭീകര സംഘടനയെ നേരത്തെ ഇവരെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹിസ്ബുള്ള തീവ്രവാദ സംഘടന സിറിയയും ലെബനനും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഹമാസ് ആകട്ടെ അവരുടെ നേതാക്കൾ പലരും ഇപ്പോഴും താമസിക്കുന്നത് ഖത്തറിലും മറ്റുമാണ്. അതുപോലെ ഹൂതി മുതലാണെങ്കിൽ അവർ യമൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നത്. ഏതായാലും ഈ 3 തീവ്രവാദ സംഘടനകളെയും തീർത്തും ഇല്ലായ്മ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി തന്നെയാണ് ഇസ്രായേലിനുള്ളത്. അതിന് എല്ലാവിധ പിന്തുണയുമായിട്ടാണ് യൂറോപ്യൻ യൂണിയനും അതുപോലെ അമേരിക്കയും രംഗത്തെത്തിയത്. ഇപ്പോൾ അർജൻറ്റീന കൂടി ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചതോടുകൂടി ആ സംഘടനയുടെ നില കൂടുതൽ പരുങ്ങലിലാകും എന്നുള്ളത് ഉറപ്പാണ്.